you feeling alive. Tell me how to show you it's a beautiful life. I'll do anything to pull you into the light, 'cause everything will change when you open your yeah. So don't you let the sunlight go out without you. Don't you realize how lucky we are? ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കാലം എപ്പോഴും ഇതുപോലെ വളരെയധികം എക്സൈറ്റിംഗ് ആയിരിക്കാം, മനോഹരമായിരിക്കും. പക്ഷേ ആ ഡെലിവറി പീരീഡിലൂടെ കടന്നു പോകുന്നത് വളരെയധികം മാനസികമായ സംഘർഷത്തിലൂടെയാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചതിലും ഒരാഴ്ച മുന്നേ അവൾക്ക് പ്രസവവേദന തുടങ്ങി. പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ സഹായത്താൽ ഹോസ്പിറ്റലിലെത്തി. ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി നടക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ 2 മണിക്കൂർ കഠിനമായി പരിശ്രമിച്ച ശേഷം സിസേറിയൻ ചെയ്ത ആ ഓർമ്മകൾ വീണ്ടും മനസ്സിനെ അലട്ടി. മനക്കട്ടിയുള്ളവർക്ക് മാത്രം കണ്ടു നിൽക്കാൻ കഴിയുന്ന ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ആ നിമിഷം നേരിട്ട് അനുഭവിച്ചു. ഒരു പൂ വിരിഞ്ഞു വന്നതുപോലെ അമ്മയുടെ അടുത്ത് അവൾ കിടക്കുന്നത് കണ്ടത് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നാണ്. പ്രൈം ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി നഴ്സും പിന്നെ ഷെറിൻ ഡോക്ടറും ഇവരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ കണ്ണ് നനയിച്ചു. പ്രസവശേഷം ക്ലാസിൻ്റെ പുറത്തു വരാതിരുന്നപ്പോൾ ഈ ഡോക്ടറുടെ വൈദഗ്ധ്യമാണ് അതെടുക്കാൻ സഹായിച്ചത്. ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പോലെ തന്നെ സുഖപ്രസവം, പെൺകുട്ടി, അമ്മയ്ക്കും കുട്ടിക്കും ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം നന്നായി നടന്നു. ആഹ്ലാദത്തിന് അതിരുകളില്ലായിരുന്നു. ഒരാണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പെൺകുട്ടിയുടെ അച്ഛനാവുക എന്നുള്ളത് അതിവിടെ സഫലമായിരിക്കുന്നു. അമ്മയോ അനിയനും എൻ്റെ മോനെയും കൂട്ടി അല്പസമയത്തിനകം ഹോസ്പിറ്റലിലെത്തി. ഇതാണ് റൂമ്. അച്ഛയാക്കാണ്ട് പോട്. ലൈറ്റ് ഇട്ടൂടാ. കുഞ്ഞനീത്തി കിട്ടിയതിലുള്ള അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. കഴിഞ്ഞ 9 മാസം അവൻ അവളോട് പറഞ്ഞതൊക്കെ അവൾ കേട്ടിരുന്നോ എന്ന് അവന് സംശയമായിരുന്നു. പിന്നെ അവൻ അവൾക്ക് ഈ ലോകത്തെ പരിചയപ്പെടുത്താൻ തുടങ്ങി, കുടുംബത്തെ പരിചയപ്പെടുത്താൻ തുടങ്ങി. Mommy will sometimes be good, but Abhi and Debinat is really good. But Abhi and Debinat is my best. I always called them. They are in Kerala. മോൾക്ക് മഞ്ഞ മാറിയിട്ടില്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ശേഷവും വെയിൽ കൊള്ളിക്കുക എന്നുള്ളത് ഒരു പതിവായി മാറി. അതിരാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമുള്ള വെയിലായിരുന്നു കൊള്ളിക്കാൻ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എത്ര ദിവസം കൊള്ളിച്ചിട്ടും സുരക്ഷിതമായ അളവിലേക്ക് ആ മഞ്ഞ കുറഞ്ഞു വന്നിട്ടില്ല. അങ്ങനെ തിടുക്കത്ത് ഞങ്ങൾ അവൾക്ക് പാസ്പോർട്ടും വിസയും ഒക്കെ റെഡിയാക്കി അവളുടെ 19ാമത്തെ ദിവസത്തിൽ അവങ്ങൾ നാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അവളുടെ പേര് വിളി, പാല് കൊടുക്കൽ, നൂലുകെട്ട് ചടങ്ങ് നടത്തി. ഇതുപോലുള്ള ആഘോഷങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു ആവേശമാണ്. അവർക്കൊക്കെ ഒത്തുവിടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിറയെ പേർ പങ്കെടുത്തു. വാഗ്മി എന്ന പേര് എല്ലാവർക്കും ഇഷ്ടമായി. ബന്ധുമിത്രാദികളെല്ലാവരും കുട്ടിക്ക് പാല് കൊടുത്തു. എല്ലാവരും സദ്യ കഴിച്ചു, നിറയെ ഫോട്ടോസൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. ഞാൻ 3 ആഴ്ചത്തെ ലീവിനാണ് നാട്ടിലേക്ക് വന്നത്. മോനും മോളും ഭാര്യയുമൊക്കെ ഭാര്യ വീട്ടിലായതിനാൽ അവരെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. അവൾ നല്ലവണ്ണം കാലിട്ടടിക്കാൻ തുടങ്ങി. കമിയാനുള്ള ചെറിയ ശ്രമങ്ങളും തുടങ്ങി. ഇനിയുള്ള ഓരോ ഘട്ടങ്ങളും ഓരോ മൈൽ സ്റ്റോണാണ്. കമിയുക, മുട്ടിലെഴുയുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക. അവൾ പതുക്കെ ഞങ്ങളോട് പ്രതികരിക്കാനും ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങി. അവളുടെ ചുറ്റിലും തന്നെയായി ഞങ്ങളുടെ ലോകം. അവൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നോക്കിയേക്കാൻ തുടങ്ങി.
മൂന്നാമത്തെ മാസം അവൾ കമിഞ്ഞു. നാലാമത്തെ മാസം മുതൽ വയറ്റിൽ എഴയാൻ വേണ്ടി തുടങ്ങി. അഞ്ചാമത്തെ മാസം അവൾ മുട്ടിലെഴയാൻ വേണ്ടി തുടങ്ങി. അഞ്ചാമത്തെ മാസം മുതൽ അവൾ ഇരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പുറകിലോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പതുക്കെ ആറാമത്തെ മാസം അവൾ ഇരിക്കാൻ പഠിച്ചു. പിന്നീട് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കായിരുന്നു. മുട്ടിലിഴഞ്ഞ് എവിടെയൊക്കെ എത്താൻ പറ്റുമോ അവിടെയൊക്കെ അവൾ നുഴഞ്ഞു കയറി. അവൾക്ക് വെറും 4 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ അൽമാട്ടി ഒരു ടൂർ പോയത്. 3 മണിക്കൂർ ഫ്ലൈറ്റിലുള്ള ജേണി ആയിരുന്നു. വളരെയധികം തണുപ്പുള്ള സ്ഥലം. ഇപ്പം ഭയത്തോടെയാണ് അവളെ അവിടെ കൂട്ടിപ്പോയതെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷകരമായി പോയി വരാൻ സാധിച്ചു. എല്ലാവിധ സുരക്ഷകളും കൂടിയാണ് ഞങ്ങൾ അവളെ കൂട്ടിയത് അങ്ങോട്ടേക്ക്. ടേസ്റ്റ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറിയാൻ വേണ്ടി തുടങ്ങി. എല്ലാം ഒരു കൗതുകമായിരുന്നു. ഏട്ടനേക്കാൾ മുന്നേ ഒറ്റക്ക് കഴിക്കാനൊക്കെ അവൾ സ്വയം ട്രൈ ചെയ്തു. പിന്നെ കിട്ടുന്നതൊക്കെ വായിടാനുള്ള പ്രവണത കൂടി വന്നു. എപ്പോഴും ഒരാൾ കൂടെ തന്നെ വേണം. എന്താണ് വായിൽ എപ്പോഴാണ് ഇടുക ഒന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം മുട്ടിലെഴിഞ്ഞ് അവൾ ഒരു നില മുകളിലെത്തി. മോൻ്റെ 2 മാസത്തെ സ്കൂൾ വെക്കേഷൻ ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു ഞങ്ങൾ. മോളുടെ കാതുകുത്ത്, ചോറൂണ്, അതുപോലെ കുറേ എണ്ണം പെൻഡിങ്ങിലുണ്ടായിരുന്നു. നാട്ടിലെ സൗകര്യം അവളെ അത്ഭുതപ്പെടുത്തി കാണണം. കാരണം ദുബായിൽ ഇത്ര സ്ഥലമില്ല അവൾക്ക് ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട്. ഒരു വർഷം പോയതറിഞ്ഞില്ല. അങ്ങനെ അവളുടെ പിറന്നാൾ വന്നെത്തി. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ചേർന്ന് അങ്ങനെ മറ്റൊരു ആഘോഷരാവ്. എല്ലാവരും ചേർന്ന് അതൊരു ഉത്സവമാക്കി മാറ്റി തന്നു. ഇനി അറുമുഖനുടെ കാലം നടത്തേത് വിളക്കണ കുടിക്കുന്ന കളർ ആ രാവ് ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവം തന്നെയായിരുന്നു എല്ലാ പങ്കെടുത്തവർക്കും. അതിനുവേണ്ടി ശ്രമിച്ച ഓരോരുത്തർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. 1 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ നടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പതുക്കെ നിന്ന് തുടങ്ങിയ അവൾ വളരെ പേടിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും വെച്ചത്. ആദ്യത്തെ ദിവസം 2 സ്റ്റെപ്പ് വെച്ച അവൾ പിന്നീട് അത് 4ആയി 5ആയി അങ്ങനെ പതുക്കെ ഓടാൻ തുടങ്ങി. അവളെ പ്രോത്സാഹിപ്പിക്കാൻ അവളുടെ ചേട്ടന്മാരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പർശനിയിൽ പോയി അവൾക്ക് ചോറൂണ് നടത്തി. കണ്ണൂർ കൃഷ്ണ ജ്വല്ലേഴ്സിൽ വെച്ച് അവൾക്ക് കാത് കുത്തി.
ദുബായിലേക്ക് തിരിച്ചെത്തിയ അവൾക്ക് റോഡിലൂടെ നടക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവളുടെ ഓരോ വളർച്ചയും കൗതുകത്തോടു കൂടി തന്നെ ഞങ്ങൾ നോക്കിയിരുന്നു. പാട്ടുകൾക്ക് ചുവട് വെച്ചും ചിരിച്ചും കളിച്ചും ഞങ്ങളെ അവൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. അച്ഛനും മകളും തമ്മിലുള്ള ഈ ലവ് സ്റ്റോറി ഇവിടെ തുടരും.